ഹേ ഡിയേഴ്സ്, ഞാനിപ്പോൾ പോകുന്നത് പയ്യന്നൂരാണ്. ബിക്കോസ് ആനിവേഴ്സറി ആണ് ബീനമ്മേൻ്റെയും ശശിയപ്പൻ്റെയും. അങ്ങനെ ഞാനും മാമിയും ന്യൂട്ടനും അപ്പനും അമ്മയും കൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി അമ്മയും മേമോ ഒക്കെ നാളെ വരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മളവർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങി പോകുന്ന വഴിക്ക് നമ്മൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി 3 days ഒരുമിച്ചുള്ള വ്ളോഗാണ്. ഇതിൽ ഒന്നിലായിട്ട് ഇടുന്നത് ഞാൻ. ഇത് മിഞ്ഞാന്നത്തെ വ്ളോഗാണ്. അതായത് ആനിവേഴ്സറിൻ്റെ തലേദിവസമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഉണ്ടായിരുന്നു. ജൂണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രി 12 മണിയായപ്പോൾ അവർക്ക് സർപ്രൈസൊക്കെ കൊടുത്ത് കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ വിളിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ്, അതായത് ഇന്നലെ മോർണിംഗ് ആണ്. സോ മോർണിംഗ് നമ്മളെല്ലാവരും റെഡിയായി. നമ്മൾ റിസോർട്ടിലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്, ഏഴിലം റിസോർട്ടിൽ. സോ അവിടെ നിന്ന് നമ്മളെല്ലാവരും മോർണിംഗ് അവിടെ നിന്ന് ഇറങ്ങി റിസോർട്ടിലേക്ക് പോയി. അവിടെ എത്തി. അവിടെ നിന്ന് കുറച്ച് നടക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. അവിടെ പാർക്കൊക്കെ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ പിള്ളേരൊക്കെ കളിയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ബലൂൺ ഊതും ആക്കുകയൊക്കെ ചെയ്തു. വലിയ വീട്ടിനും ചെറിയ വീട്ടിനും കിച്ചട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ 14th ആനിവേഴ്സറി ആണിത്. അങ്ങനെ ഇതെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഷൈനി മുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ ലേറ്റ് ആയിരുന്നു. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മൾ അവിടെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് സമയം ആയപ്പോൾ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ടാക്കി. 40 years of togetherness. അങ്ങനെ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്തു. From the legendary family of Kundumal House and the Aero Mandrolam Karwad. തിങ്കളാഴ്ചയായിട്ട്, അതായത് വർക്കിംഗ് ഡേ ആയിട്ട് മാമന് വേണ്ടി ആപ്പന് വേണ്ടി മൂത്തിയും ബിജിമാമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജൂണും ശങ്കും ഭയങ്കര കളിയായിരുന്നു. പിന്നെ വലിയ ബേട്ടൻ, ചെറിയ ബേട്ടൻ, ആശുട്ടൻ എല്ലാവരും ചില്ലായിരുന്നു. പിന്നെ ശങ്കുമൊക്കെ ഭയങ്കര കളിയായിരുന്നു. ജൂണും ഭയങ്കര കളിയായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായി. മേലെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു. പിന്നെ നമുക്ക് ഫുഡിൻ്റെ ടൈം ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ഞാനും മീമായിരുന്നു കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഒരുമിച്ച്. സാധാരണ ഫുഡായിരുന്നു, അതായത് ബിരിയാണി ഒന്നല്ലായിരുന്നു, നാടൻ ഫുഡായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ഊഞ്ഞാലാടലായിരുന്നു എല്ലാവരും കൂടിയിട്ട്. ഞാൻ അവിടുന്ന് എണീക്ക് തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവർ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആര്യനും ന്യൂട്ടനും എല്ലാവരും കളിയൊക്കെ ആയിരുന്നു. ഫുൾ കളിയായിരുന്നു. അവർ ആ സ്ലൈഡ് കയറി എങ്ങനെയൊക്കെയാണ് കളിച്ചതെന്നറിയില്ല. അങ്ങനെ നമ്മളെല്ലാവരും ഫുൾ ടൈം നമ്മൾ ഊഞ്ഞാലായിരുന്നു ഉണ്ടായിരുന്നത്. ആടലായിരുന്നു. ഞാനൊക്കെ ഫുൾ ടൈം ആയിരുന്നു. അപ്പോഴത്തേക്കും മൂത്തൊക്കെ പോകാൻ സമയമായിരുന്നു. അങ്ങനെ മൂത്ത പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഹൗസ് ബോട്ടിൻ്റെ ടൈം ആയപ്പോൾ നമ്മളെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ടിലേക്ക് നേരെ കയറി. പിന്നെ എല്ലാവരും ഹൗസ് ബോട്ടിൽ കയറി ഫുൾ ചില്ലായിരുന്നു. പാട്ടൊക്കെ ആയിട്ട് എല്ലാവരും പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല വ്യൂ ആയിരുന്നു കാണാൻ. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല ഒരു 1 hour ഈ ഒരു ഹൗസ് ബോട്ടിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അങ്ങനെ പാട്ടൊക്കെ പാടി, എല്ലാവരും പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ അത് കഴിഞ്ഞിട്ടായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുൾ ചില്ലായിരുന്നു. ഒക്കെ ഓരോ തമാശയും കാര്യമൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചിരിക്കുമായിരുന്നു. ഞാനും നീവുട്ടിയും പിന്നെ ഫുൾ ടൈം സംസാരമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, അതായത് ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഈവനിങ് ആയപ്പോൾ നമുക്ക് ചായയൊക്കെ തന്നായിരുന്നു. അത് കഴിഞ്ഞ് ഹോളിൽ പോയി ഫുൾ പാട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഡാൻസ് പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ താഴേക്ക് വന്നു ഫുഡ് കഴിക്കാൻ, അതായത് ഡിന്നർ കഴിക്കാൻ. നമുക്ക് 8 മണി വരെയായിരുന്നു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. അപ്പോഴത്തേക്ക് ജൂൺ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം, അതായത് ഇന്ന് മോർണിംഗ് ആയിരുന്നു ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ.